ഇതെന്തോ ഒരു ചാക്കേട്ട് പോലത്തെ സാധനമാണ് നമ്മൾ ഇന്ന് ലോഡ് കയറ്റിയത്. ഇത് ലോഡ് കയറ്റൽ എന്ന് പറഞ്ഞാൽ ഇത് മനസ്സിലായത് ഇത് ഡബിൾ സൈഡ് ഓപ്പൺ ആയിരുന്നു. ഈ ഒരു സൈഡും ഈ ഒരു സൈഡും ഓപ്പണിങ് ഉണ്ടായിരുന്നു. ഇതൊക്കെ ഞാൻ വാരി വലിച്ച് വെച്ചതാട്ടാ, വേറെ വഴിയൊന്നും ഇല്ലായിരുന്നു. അവൻ അമ്മാതിരി പണിയായിരുന്നു അവിടെ, ഭയങ്കര സ്പീഡ്. അതുകൊണ്ട് പട്ടയൊക്കെ താഴെ കിടക്കുന്നുണ്ട്. ഉടായ്പ്. ഹായ്, എന്നോട് സുഖമല്ലേ? അപ്പോൾ നമ്മൾ പുതിയൊരു വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഇവിടുന്ന് ഇപ്പോൾ ഒരു ലോക്കൽ ട്രിപ്പാണ് പോകുന്നത്. ഓ, ഇത് ഒത്തിരി ഉണ്ട് കേട്ടോ. 17 മണിക്കൂർ ഷൂട്ട് ചെയ്യാനുണ്ട്. പൊളിച്ചു. നമ്മൾ ലോഡൊക്കെ ഇറക്കിയിട്ട് തിരിച്ചു പോവാം കേട്ടോ, പുറത്തോട്ട് പോവാം. അടുത്തൊരു ലോക്കലാണ്, ജർമ്മനിക്ക് കേട്ടോ. ബെൽജിയത്തിൽ നിന്നാണ് ലോഡ് എടുക്കേണ്ട, നേരെ ജർമ്മനി. നമ്മളിപ്പോൾ ഫ്രാൻസിലാണല്ലോ ഉള്ളത്. നമ്മൾ ആശാൻ വീണ്ടും ചെറിയ ടൗണിൻ്റെ ഏരിയൻ്റെ ഉള്ളിൽ കൂടെ കൊണ്ടുവന്നു. കഴിഞ്ഞ പ്രാവശ്യം ഇതിൽ ഞാൻ വന്നിട്ടുണ്ട്. പ്രാവശ്യം ഇതിൽ ഫുള്ള് ടൗണാണ്. നമ്മുടെ ടോം അപ്പുറത്തേ പോകാൻ പറഞ്ഞു. പക്ഷേ കമ്പനീൻ്റെ മാപ്പ് നമ്മൾ പരമാവധി ഫോളോ ചെയ്യണം കേട്ടോ. എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇല്ലെങ്കിൽ പ്രശ്നമാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ടൗൺ ഏരിയ തന്നെ പിടിക്കാനുള്ള പരിപാടിയാണ്. 45 കിലോമീറ്റർ സ്പീഡ് ലിമിറ്റുള്ള സ്ഥലമാണ്, റെസിഡൻഷ്യൽ ഏരിയ. ഒരു പള്ളിയല്ല എന്നുണ്ടോ നിൽക്കുന്നത്, അടിപൊളിയായിട്ട് എല്ലാം പഴയ സെറ്റപ്പാണ് കേട്ടോ. ഇവർ ആ ഒരു കാര്യത്തിൽ ഇവർ അംഗീകരിക്കണം. വീടായിക്കോട്ടെ, എല്ലാം കുറേ പഴക്കമുള്ള വീടുകളും കാര്യങ്ങളൊക്കെ. കൊള്ളാം കേട്ടോ. ഇതെല്ലാം കാണുമ്പോൾ തന്നെ ഒരു സൗന്ദര്യമുണ്ട്. കാണാൻ നല്ല അടിപൊളി സ്ഥലം കേട്ടോ. അങ്ങനെയുള്ള സ്ഥലത്തു കൂടെ നമ്മളിപ്പോൾ ഈ വണ്ടി കൊണ്ട് പോകുന്നത്. ഈ മുമ്പിൽ കാണുന്ന ഇടത്തെ സൈഡ് കാണുന്ന വീടെല്ലാം കണ്ടോ, എന്താ രസം. ഓ, കുഞ്ഞ് വീട്, നമ്മുടെ നാട്ടിലെ പോലെ ചെറിയ വീട്. അവർക്ക് വലിയ വീടൊന്നും വേണ്ട കേട്ടോ, ചെറിയ വീടൊക്കെ മതി. ഇവർ ഭയങ്കര ഹാപ്പിയാന്ന് തോന്നും. വേണ്ട, അപ്പുറത്ത് കണ്ടോ ഒറ്റപ്പെട്ട കുറച്ച് വീടുകൾ. വീട് വെക്കുന്നുണ്ട്, ഇങ്ങനെയൊക്കെ ആയിരിക്കും ഇവർ വീട് വെക്കുക മെയിനായിട്ട്. അടിപൊളിയല്ലേ? നമുക്ക് ഇവിടുന്ന് ഒരു 180 കിലോമീറ്റർ ഉണ്ടായിരുന്നു കേട്ടോ മൊത്തം പോകാൻ വേണ്ടി. ഇങ്ങനെയൊക്കെ ഉള്ള സ്ഥലത്ത് കൂടെ നമ്മൾ വരുമ്പോൾ നല്ല അടിപൊളി വീടുകൾ, നല്ല നല്ല ആളുകളെ. ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ ആളുകളൊക്കെ അടിപൊളിയാണ് കേട്ടോ. നല്ല സഹകരണമുള്ള അടിപൊളി ആൾക്കാരായിരിക്കും. റോഡ് കണ്ടോ എന്ത് രസമാണെന്ന് നോക്കി. പുതിയ റോഡാട്ടോ, ഇപ്പോൾ ടാറിങ് ചെയ്തതാണ്. അത് കാരണം അടിപൊളി കാണാൻ. നല്ല കളറും. അതേപോലെ സൈഡിലെല്ലാം, ഈ സൈഡിലെല്ലാം കണ്ടോ ഇത് കെട്ടി വെച്ചിരിക്കുന്നത്, കോൺക്രീറ്റ് ഇട്ട് വാർത്തിട്ട് കണ്ടോ, അടിപൊളിയായി. ഇങ്ങനെയൊക്കെ നമ്മുടെ നാട്ടിൽ ഒക്കെ റോഡ് പണിയായിരുന്നു, അടിപൊളിയായിരുന്നല്ലേ, സൂപ്പറായിരുന്നു. നമ്മളെപ്പോൾ ഉള്ളവർ നല്ലൊരു ശമ്പളവും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ നാട് വിട്ട് ഇതേപോലെ കഷ്ടപ്പെടാൻ വരേണ്ട ആവശ്യമില്ലല്ലോ. അപ്പം ഭരിക്കുന്നവരാണ് നമ്മൾ എങ്ങനെ നടക്കണം, പട്ടിണി നടക്കണോ അതോ തെണ്ടി ജീവിക്കണോ എന്ന് തീരുമാനിക്കേണ്ടത്. നമുക്കിപ്പോൾ എക്സിറ്റ് ഇറങ്ങേണ്ട സ്ഥലം എത്തി കേട്ടോ. നമ്മൾ ലോഡ് എടുക്കേണ്ട ഏകദേശം സ്ഥലം അലമ്പാക്കുന്ന കമ്പനി ഫോണാണ്. ആൻഡ്രപ്പ് എന്ന് പറയുന്ന സ്ഥലത്തു നിന്ന് നമുക്ക് ലോഡ് എടുക്കണ്ടേ. എനിക്ക് ആ റോഡിന് നേരെ പോയായിരുന്ന ബ്ലോക്കായിരുന്നു. ഇന്നത്തെ ടോട്ടൽ വർക്കിംഗ് അവർ എന്ന് പറയുന്ന സാധനമുണ്ട്. അത് തീരാനായിട്ട് ഇനി ആ പാടെ അത്രേ ഉള്ളൂ, 3 മണിക്കൂർ കൂടെ ഉള്ളൂ. അപ്പോൾ പറപ്പിച്ചിട്ട് വേണോ എങ്ങനെയാണ് ലോഡ് എടുത്ത് ഒഴിവാണോ നമുക്ക്. രക്ഷപ്പെട്ട് പോകുന്നുണ്ട്. അവിടെ ഒന്ന് രക്ഷപ്പെട്ടാൽ മതിയായിരുന്നു. അടുത്ത വില്ല റോട്ടിൽ കയറി കേട്ടോ. നല്ലൊരു സ്ഥലം അല്ലേ, നല്ല രസമുണ്ട് കാണാൻ. നമ്മുടെ ലൊക്കേഷൻ എത്തി കേട്ടോ. 7 കിലോമീറ്ററേ ഉള്ളൂ ലോഡ് എടുക്കാൻ. ആർക്കെങ്കിലും ആവർത്തന വിരസത വരുന്നുണ്ടെങ്കിൽ പറയണം കേട്ടോ. നമ്മുടെ പണി ഇതാണ്. അപ്പം അതുകൊണ്ടാണ് ഈ പണീൻ്റെ സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ വരുന്നത്. അപ്പുറമെല്ലാം കാറ്റാടി. പോർട്ട് ഇവിടെ ഉണ്ട്, പോർട്ട് ഭാഗത്തേക്കായി പോകുന്നത്. പോർട്ട് നേരെ കേട്ടോ, ഹെവൻ.
നമുക്ക് റാമ്പിലോടായാൽ മതിയായിരുന്നു. ദൈവമേ, കയ്യില റാമ്പിലോടായിരുന്നു അടിപൊളി. 6 കിലോമീറ്റർ. അത് അങ്ങോട്ടാ ഇടത്ത് സൈഡിലേക്ക് പോർട്ട് പോകുന്നുണ്ട്. കണ്ടോ മേലെ കണ്ടോ, ഫുള്ള് കണ്ടെയ്നർ വണ്ടിയാണ് പോകുന്നത്. ഇതും കണ്ടെയ്നറാണല്ലോ പോകുന്നത്. മുമ്പിൽ അടുത്ത വലിയ റോട്ടിൽ കയറി. ആണ്ട്രപ്പൻ. ഇപ്പുറത്തെല്ലാം കണ്ടോ എത്രയോ പോർട്ട്, ഇത് കണ്ടെയ്നർ. ഒത്തിരി ഉണ്ട് കേട്ടോ കണ്ടെയ്നർ അടുക്കി വെച്ചിട്ട്. നമുക്ക് ഉള്ളിലേക്കാം. $50 കിലോമീറ്റർ സ്പീഡ് മെൻഷൻ ചെയ്തിട്ടുണ്ടോ? ബ്ലോക്ക്. ലോഡൊക്കെ അറുത്ത് ഇറങ്ങി കേട്ടോ. പക്ഷെ എന്നാന്ന് വെച്ചാൽ അതിൻ്റെ ഉള്ളിൽ നിന്ന് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. ഇത് ഭയങ്കര സെക്യൂരിറ്റിയും കാര്യങ്ങളൊക്കെ ഉള്ളൊരു കമ്പനിയാണ്. ഭീകര കമ്പനിയാണ്. ഇത് ചെറിയ കമ്പനി അല്ല കേട്ടോ. ഇതെന്തിൻ്റെയൊക്കെയോ കമ്പനികളാണ്. ഇതുണ്ടോ, ഇത് എത്രയോ ദൂരം ഒന്നുണ്ടോ. ഭീകര കമ്പനിയാണ്. അതുകൊണ്ട് വീഡിയോസും കാര്യങ്ങളൊന്നും എടുക്കാൻ നിന്നില്ല കേട്ടോ. ഏതായാലും ലോഡൊക്കെ എടുത്തു. ഡബിൾ സൈഡ് ഓപ്പൺ ഒക്കെ തകർത്ത് ലോഡ് കയറ്റി. ഒന്നാമത് നമുക്ക് സമയമില്ലായിരുന്നു ടാക്കോയിൽ. അതുകൊണ്ട് കോമഡി ആയിരുന്നു. ഇവിടെ കൊണ്ട് വെച്ച് കേട്ട വണ്ടി പുറത്തിറക്കലും ടാക്കോയിൽ 5 മിനിറ്റ് ബാലൻസ്. അപ്പുറം ഒരു പേ പാർക്കിംഗ് കാണുന്നുണ്ട്. പക്ഷെ ഇവിടെ അത്ര സേഫാണെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം കള്ളന്മാരൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. എനിക്കങ്ങനെ തോന്നുന്നത്. ഇതിൻ്റെ മുന്നോട്ടൊക്കെ കമ്പനിയാണ് കേട്ടോ. ഒരുമാതിരി കമ്പനിയാണ് ഇത് മൊത്തം. നമ്മൾ വിചാരിക്കുന്ന കമ്പനി അല്ല മൊത്തം. ഭീകര കമ്പനി കേട്ടോ. ഇത് ഇൻഡസ്ട്രിയൽ ഏരിയ ആണ് മൊത്തം. അതിന് മാത്രം കമ്പനി ഉണ്ട്. ഞാൻ അതിൻ്റെ ഉള്ളിൽ കയറിയിട്ട് ആ കമ്പനി കണ്ടുപിടിച്ച് എനിക്ക് മാത്രമേ അറിയത്തുള്ളൂ. വലിയ ഏരിയ തീർന്നില്ല കേട്ടോ. അങ്ങോട്ടൊക്കെ ഒത്തിരി ഉണ്ട്. ഇത് ആണ്ട്രപ്പനാന്ന് കേട്ടോ. ആണ്ട്രപ്പൻ്റെ പോർട്ടിൻ്റെ ഭാഗം അത്. അതിനപ്പുറം പോർട്ടാണ്. ഇതൊരു കണ്ടെയ്നർ അല്ല, ഇതൊരു ട്രെയിലറാണ്. പക്ഷേ എന്നാന്ന് വെച്ചാൽ ഇവിടെ ഒന്നും ആരും വണ്ടി വെക്കുന്നില്ല. എല്ലാവരും വെച്ചിട്ട് പോവുകയെന്ന് വണ്ടി. അതായത് കാലുവണ്ടിയൊക്കെ കട്ട് ചെയ്തിട്ട് പോകുക കേട്ടോ. നമ്മൾ മാത്രമേ ഇവിടെ കിടക്കുന്നുള്ളൂ കേട്ടോ. നമ്മുടെ വണ്ടി മാത്രം ഇവിടെ ഉണ്ട്. ബാക്കി ഒരു മനുഷ്യനില്ല ഇവിടെ. അപ്പോൾ ഇത് പോർട്ടാണ് കേട്ടോ. ഇതിൻ്റെ തൊട്ടപ്പുറത്ത് വലിയ പോർട്ടാണ്. അത് കടലാണ്. ആ കടലിൻ്റെ അടുത്താട്ടോ നമ്മൾ കടൽ. അത് തൊട്ടിപ്പുറത്ത് നമ്മൾ വണ്ടി സൈഡാക്കിയതാ. ഇവിടെ അടിപൊളി സ്ഥലമല്ലേ. ഫുള്ള് റോഡ്, അങ്ങോട്ട് റോഡ്. അടിപൊളി കേട്ടോ. ഇവിടെ ഒന്നും ഒരു മനുഷ്യനില്ല കേട്ടോ. ഇന്നലെ പറഞ്ഞ കമ്പനിയാണിത്. എത്ര വലിയ കമ്പനി എന്നുണ്ട്. ഇതൊക്കെ എന്നോ വലിയ കമ്പനിയാണെന്ന് അറിയത്. നമ്മളിന്നലെ ഇത് എത്രാമത്തെ ഈ ബ്ലോക്കിൽ നിന്ന് നമ്മളിന്നലെ ലോഡ് എടുത്തത് ഉണ്ടോ. ഇതൊക്കെ ഒരു ട്രെയിലർ കിടക്കുന്ന ഇപ്പോൾ മനസ്സിലാക്കിയത് എന്നാ വലിയ കമ്പനിയാണ്. ഇതിൻ്റെ ഉള്ളിൽ കൂടെ ഒക്കെ പോകണം, നമ്മൾ തപ്പി പിടിക്കണം കേട്ടോ. അപ്പം നമ്മളിപ്പോൾ ഉള്ള ആണ്ട്രപ്പൻ ബെൽജിയത്തെ വലിയൊരു പോർട്ടുള്ള സ്ഥലമാണ്. അപ്പോൾ രാവിലെ നമ്മൾ പോകാനുള്ള പരിപാടിയാണ്. എല്ലാ കാര്യങ്ങളും സെറ്റാക്കി വെച്ചിട്ടുണ്ട്. സമയം 3 മണി ആയതേ ഉള്ളൂ കേട്ടോ. ആപ്പ് കറക്റ്റല്ല കാണിക്കുന്നത്. നമുക്ക് ബാക്കോട്ടാണ് പോകേണ്ടത്. അതാ കാണിക്കുന്നത്. ഇതെല്ലാം ഒരു ഇൻഡസ്ട്രിയൽ ഹബ്ബാണ് കേട്ടോ. അമ്മാതിരി കമ്പനികളാണെന്നറിയാം മൊത്തം. അതിന് മാത്രം ഉണ്ട് ഇവിടെ കമ്പനികൾ. എത്ര ദൂരം ഓടുന്ന അറിയാം. ഇത് ഫുള്ള് ഇൻഡസ്ട്രിയൽ ഏരിയ മാത്രം. ഇതുണ്ടോ എത്രയോ. ഇതുപോലൊക്കെ നമ്മുടെ നാട്ടിൽ വരുമായിരുന്നെങ്കിൽ നമ്മുടെ സംസ്ഥാനം ഏത് ലെവലായാനെ. ടൂറിസം വേണ്ട, ഒരു കോപ്പും വേണ്ട. പക്ഷെ വരുന്നില്ല കേട്ടോ. എന്താണെന്ന് അറിയത്തില്ല. ഇത് എത്രയോ ഏരിയ. എൻ്റെ അമ്മ. അതിന് കണക്കാട്ടി മറ്റേ കാറ്റാടി യന്ത്രമൊക്കെ കൊണ്ടു വെച്ചിരിക്കുന്നത് അടിപൊളിയായിട്ട്. കറണ്ട് ഉൽപ്പാദിപ്പിക്കുന്നതാണ് അതിലൂടെ. ഇതാ മെയിൻ റോഡ്. ആ മെയിൻ റോഡിലേക്കാണ് നമ്മളിപ്പോൾ കയറാൻ പോകുന്നത്. സിഗ്നലെല്ലാം കത്തിയിട്ടുണ്ട്. വീണ്ടും
കെട്ടിട്ടുണ്ട്. എന്താ ഫുൾ ഇൻഡസ്ട്രിയൽ ഏരിയ ഉണ്ടാ, എന്ത് രസമായിട്ടാ കാണാന്ന്. ഇതെല്ലാം എന്തോ വലിയ വലിയ കമ്പനികളാണ് കേട്ടോ. ഇവിടെ ഒരു ടോൾ ഗേറ്റ് ഉണ്ടെന്ന് തോന്നുന്നു. റോട്ടർഡാം, നെതർലാൻഡ് കേട്ടോ. നമ്മളിപ്പോൾ പോകുന്നത് നെതർലാൻഡ് വഴിയാണ്. നമ്മൾ ഫ്രാൻസിൽ കയറി കഴിഞ്ഞാൽ നമ്മുടെ വണ്ടി നെതർലാൻഡ്, ബെൽജിയം, ഫ്രാൻസ് ഇവിടെ ഒക്കെ കയറിയിട്ടേ ജർമ്മനി ചാടുള്ളൂ. അതങ്ങനെ ഒരു കുണമുണ്ട്. ടോളുണ്ട്, ടോള്, ബെൽജിയത്തെ ടോൾ. അത് കൂടെ പോവോ? 2.9 2.9 പോലും. ഇതെന്നാ സംഭവം മനസ്സിലായിട്ടില്ല. 2.90 മീറ്റർ. ഇത് ആദ്യമായിട്ടാണ് ഞാൻ ബെൽജിയത്തെ ടോളിൽ കയറുന്നത്. ഭാഗ്യം പൊങ്ങി. ബെൽജിയത്ത് കയറിയിട്ടുണ്ടോയെന്ന് ചോദിച്ചാൽ മറന്നു ചേട്ടാ. കയറിയിട്ടുണ്ടാവും, പക്ഷേ ടോൾ കളക്റ്റിൻ്റെ ഏതാന്ന് ഐഡിയ ഇല്ലാണ്ട് ഇപ്പം. നല്ല അടിപൊളി ഇട്ടാണല്ലോ ചേട്ടാ. അല്ല ടണലെല്ലാം കേട്ടോ എന്ത് അടിപൊളിയായിട്ടാണ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇത് വെള്ളമാണ് കേട്ടോ അതിൻ്റെ മേലെ കൂടെ. ആ ഓക്കെ ഓക്കെ, മനസ്സിലായി. ഇതാണ് മറ്റേ സ്ഥലം. അയ്യോ, വണ്ടി ഒരുമാതിരി പോക്കല്ലേ പോകുന്നത്. ടണലിന്റെ മേലെ കൂടെ ആണ് വെള്ളം പോകുന്നത് കണ്ടോ. ടോം ടോമിന്റെ ഇതിൽ നോക്കിയാൽ മനസ്സിലാവും. ഇതൊക്കെയാന്ന് എഞ്ചിനീയറിംഗ് മാർവൽ. എന്നാലും ഇവന്മാരെ സമ്മതിക്കണം കേട്ടോ ഇതേപോലെയൊക്കെ ചെയ്തു വെക്കുന്നതിന്. അത് ഈ യൂറോപ്പിൽ മാത്രമേ കാണാനുള്ളൂ ഇതേപോലെ അത്ഭുതങ്ങൾ. കുറെ ടണലൊക്കെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ നമ്മളെ കിളി പോകും. അതേപോലത്തെ രീതിയിൽ ഇവന്മാരാക്കി വെച്ചിരിക്കുന്നത്. അത്രയ്ക്ക് സൂപ്പറാ. ഇറങ്ങി മേലെ കൂടെ കണ്ടോ വെള്ളം. കറക്റ്റ് മനസ്സിലാവും വെള്ളമാണ്. ഇതൊക്കെയാണ് വിഷൻ. ഈ വെള്ളം അങ്ങോട്ട് പോകുന്നതുകൊണ്ടാണ് കപ്പലൊക്കെ അങ്ങോട്ട് പോകുന്നത്. ഇല്ലേ പിന്നെ അതൊന്നും പോവില്ല. ഇതിന്റെ മേലെയൊക്കെ എത്ര ടണ്ണ് വെള്ളം ഉണ്ടെന്ന് ആലോചിച്ച് ചോദിക്കുക. ഈ സ്ട്രക്ചറിന്റെ സ്ട്രോങ് എന്തായിരിക്കും നമ്മളൊന്ന് ചിന്തിച്ച് നോക്കണം കേട്ടോ. അത്രയ്ക്ക് അടിപൊളിയായിട്ടല്ലേ ഇവന്മാർ ചെയ്തു നോക്കുന്ന ഓരോ കാര്യങ്ങൾ. എങ്ങോട്ട് എക്സിറ്റ് പോകാൻ പറയുന്നത്? ആ റോഡല്ലേ. ഇങ്ങനെയുള്ള സമയത്ത് നമ്മൾ റോഡ് നമ്പർ നോക്കണം കേട്ടോ. ഏറ്റവും അതിനകത്ത് റോഡ് നമ്പർ കണ്ടിട്ടൊന്നുമില്ല. വേറെ കാര്യം അതിനകത്ത് എഴുതി വെച്ചില്ല. നമ്മൾ റോഡ് നമ്പറും ഇതിനകത്തെ റോഡ് നമ്പറും നോക്കണം. A12 എന്ന് ആൻഡ്രപ്പെന്ന് പറഞ്ഞിട്ട് കാണുന്നുണ്ട്, പക്ഷെ നമ്മളെ ബോഡി കണ്ടില്ല. 90 കിലോമീറ്റർ സ്പീഡ് ഉണ്ടോ മെൻഷൻ ചെയ്തിരിക്കുന്നത്. ഇപ്പൊ ഈ ആൻഡ്രപ്പൻ എന്ന് പറഞ്ഞ ടൗണ് ഭയങ്കരമായിട്ട് ബ്ലോക്ക് ആവുന്ന ടൗണാണ്. എപ്പോൾ വന്നാലും ബ്ലോക്കാണ്. നമ്മൾ ഇപ്രാവശ്യം നമ്മൾ രക്ഷപ്പെട്ടു പോകും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇപ്പോൾ പോകുന്നത് 3 മണിക്കല്ലേ. അപ്പം അതുകൊണ്ട് നമുക്കൊരു തട്ടുകേട് കിട്ടൂല. ഫുൾ ഇൻഡസ്ട്രിയൽ ഏരിയ. അപ്പറേ അതെ ഇപ്പറേ അതെ എല്ലായിടത്തും അതെ. ഇതുണ്ടോ നോക്കുന്നത്. ഓ കുടുംബളമാണല്ലോ. എന്താ ഒരു ക്യാമറ പോലെ എന്തോ അടിഞ്ഞല്ല. അതെവിടെ അടിഞ്ഞ ഒരു ലൈറ്റ് മിന്നി. ഇപ്പം നമ്മക്കല്ല, ക്യാമറ എന്തടിഞ്ഞാലും ബേക്കിലടിഞ്ഞാലും വലിയ പ്രശ്നമില്ലെന്ന് തോന്നുന്നു. മുന്നിൽ ക്യാമറ അടിയുമ്പോൾ അന്ന് നമ്മുടെ നാട്ടിലേക്കെല്ലാം പോരുക. നമ്മളിതാ നെതർലാൻഡ് കയറി കേട്ടോ. നെതർലാൻഡ് ബോർഡ് 2KM നെതർലാൻഡ്. ട്രക്ക് ലൈഫ് എന്ന് പറഞ്ഞാൽ ഏകദേശം ഇങ്ങനെയൊക്കെ തന്നെ കേട്ടോ. നമ്മളിതേപോലെ റോഡാണ് നമ്മുടെ ജീവിതം. റോട്ടിലാണ് നമ്മുടെ എല്ലാ കാര്യങ്ങളും ഇരിക്കുന്നത്. കുറേ കാര്യങ്ങൾ വിട്ട് കളയേണ്ടി വരും നമുക്ക്. നമ്മുടെ ഫാമിലി, അതേപോലെ ഫുഡ് എല്ലാം മിനിമലായിരിക്കും കേട്ടോ. എല്ലാ കാര്യങ്ങളും പക്ക ആയിരിക്കണമെന്നില്ല എല്ലായ്പ്പോഴും. അങ്ങനെയൊക്കെ ഉണ്ട്. വേറൊരു അബദ്ധം പറ്റി. ഒരു ബിഗിനിങ് കൺട്രി അടിക്കാതെ അപ്പുറത്തുണ്ട് പാർക്കിംഗ് ഉണ്ട്, കുഴപ്പമില്ല. ഞാൻ വിചാരിച്ച സ്ഥലത്ത് കൂടെ അല്ല വണ്ടി പോകുന്നത്, വേറെ സ്ഥലത്ത് കൂടെ. ഇവിടെ കയറി ബിഗിനിങ് കൺട്രി അടിച്ചിട്ട് കയറാം.
ഇതേപോലെ കിട്ടുവാണെങ്കിൽ അടിപൊളിയാണ്. അപ്പോൾ എല്ലായിടത്തും ബിഗിനിങ് കൺട്രി അടിക്കാം. പക്ഷെ എല്ലായിടത്തും ബിഗിനിങ് കൺട്രി അടിക്കേണ്ട പരിപാടി കിട്ടൂല കേട്ടോ. നെതർലാൻഡിൽ ഒരു സ്ഥലമുണ്ട്, അതായത് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ആ വഴിയൊക്കെ പോകാറുണ്ട്. എല്ലാവരും ഉറക്കോ ഓണടിച്ചെണീപ്പിച്ചാൽ എൻ്റെ ഇത് അമ്പാക്കി വെച്ചിരിക്കുകയാണോ? അറിഞ്ഞില്ല അമ്പാനെ, അറിഞ്ഞില്ല കേട്ടോ. വണ്ടി സ്പീഡ് കുറയ്ക്കാൻ വേണ്ടിയാണ് ഹമ്പാക്കിയിരിക്കുന്നത്. എന്തോ അടിപൊളി സ്ഥലം നിൽക്കുക, നല്ല അടിപൊളിയല്ലേ ചെയ്ത് വെച്ചിരിക്കുന്നത്. നമ്മള് പുറത്തോട്ട് വരുന്നേ. ഇവിടെ എവിടെയെങ്കിലും വെച്ചിട്ട് എന്നലടിക്കോ? നെതർലാൻഡ് എന്നലാട്ടാ, അടിപൊളിയാണ്. ഈ മരമൊക്കെ വെച്ച് പിടിപ്പിച്ച് എന്ത് അടിപൊളിയായിട്ടാ അവര് ചെയ്തു വെച്ചിരിക്കുന്ന ഓരോ കാര്യങ്ങൾ. നേരമൊക്കെ വെളുത്ത് വരുന്നുണ്ട്, 4:30 ആയേ ഉള്ളൂ. പക്ഷെ എന്നാലും ആകാശത്തൊക്കെ ഒരു ലൈറ്റെല്ലാം കാണുന്നുണ്ട്, അടിപൊളിയായി വരുന്നുണ്ട് കേട്ടോ. ഇവിടെ ഇനി വിൻ്ററൊക്കെ ആയിക്കഴിഞ്ഞാൽ നേരത്തെ ഇരുട്ടാവും കേട്ടോ. 4 മണിയൊക്കെ ആകുമ്പോഴത്തേക്ക് ഇരുട്ടാവും, താമസിച്ച നേരം വെളുക്കുള്ളൂ. അങ്ങനെയൊക്കെ ഉണ്ട്. ഇനിയിപ്പോൾ ആയിക്കൊണ്ടിരിക്കുക. ഇത് കുറച്ച് നാൾ മുന്നേ വരെ 4.5 മണിക്കൂറായിരുന്നു നാട്ടിലെ ടൈമുമായിട്ട് മാറ്റം. ഇപ്പം അത് പഴയ പോലെ തന്നെ 3.5 മണിക്കൂറായിട്ട് ഇത് കുറഞ്ഞിട്ടുണ്ട്. പറപ്പിക്കൽ തന്നെ കേട്ടോ വണ്ടി. ഇപ്പം ഏകദേശം നിങ്ങൾക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലായി തുടങ്ങി കാണൂലേ, നമുക്ക് രാത്രി ഓട്ടം ഉണ്ടോ, എങ്ങനെയാണ്, എന്താണെന്നൊക്കെ. എല്ലായ്പ്പോഴും നമ്മൾ പകൽ മാത്രമല്ല ഓടുന്നത്, നമ്മളൊക്കെ രാത്രിയുടെ ആത്മാക്കളാകും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ രാത്രി തന്നെ ആയിരിക്കും പരമാവധി ഓടാൻ താല്പര്യം, ഇഷ്ടവും. പണ്ടൊക്കെ നമ്മൾ എത്ര രാത്രി ഓടിയാലും നമ്മൾ ഉറക്കം ഞെട്ടിക്കഴിയുമ്പോൾ നമുക്ക് ഒരു പാലം നോക്കി അടിപൊളി കേട്ടോ, നല്ല രസമുണ്ട് പാലം കാണാൻ. ലൈറ്റെല്ലാം ആക്കിയിട്ടുണ്ട്, എന്ത് രസം നോക്കി, അടിപൊളിയായി. വണ്ടിയൊക്കെ ഓടിച്ച് ഉറങ്ങിപ്പോയാൽ നാട്ടിൽ നിന്ന് പെട്ടെന്ന് എണീക്കുമ്പോൾ നമ്മളെ മൈൻഡ് ക്ലിയർ ആയിരിക്കും. അതായത് ഇത് എവിടെയാണ് സ്ഥലം, ഓക്കെ ഇത് ഇന്ന സ്ഥലം എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് പെട്ടെന്ന് മൈൻഡ് അങ്ങ് സെറ്റാവും. പക്ഷെ ഇപ്പോൾ എന്ന് പറഞ്ഞാൽ ഒത്തിരി കാലമായി കേട്ടോ വണ്ടി പരിപാടി തുടങ്ങിയിട്ട്. ഏകദേശം 10-12 വർഷമായി, 12-13 വർഷമായി. അപ്പോൾ ഇപ്പോൾ ഒക്കെ ഉറങ്ങിപ്പോയാൽ ഒരു 10 സെക്കൻഡൊക്കെ ഇല്ലെങ്കിൽ ഒരു 5 സെക്കൻഡൊക്കെ അങ്ങ് കട്ടായി പോകും. ഇതെവിടെയാണെന്നൊരു മൈൻഡൊക്കെ വരും കേട്ടോ. കുറേ കാലമായതിൻ്റെ ആയിരിക്കാം ചിലപ്പോൾ. അപ്പോൾ ഇപ്പോൾ ഇവിടെ വന്നുകൊണ്ട് വലിയ പ്രശ്നമില്ല. എന്നാലും പ്രശ്നമുണ്ടോ എന്ന് വെച്ചാൽ ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഉറക്കത്തിൻ്റെതായ രാവിലെ എണീറ്റ് പോക്കൊക്കെ കറക്റ്റ് 9 മണിക്കൂർ കഴിഞ്ഞിട്ട് എണീറ്റ് പോകേണ്ട സാഹചര്യങ്ങളൊക്കെ വരുമ്പോൾ നമുക്ക് എന്താ പറയുക, ചെറിയ പ്രശ്നം. 4 മണി 3 മണിയൊക്കെ ആകുമ്പോൾ വണ്ടി സൈഡാക്കി കറക്റ്റ് 9 മണിക്കൂർ കഴിഞ്ഞിട്ട് എടുത്തിട്ട് പോകാന്ന് പറഞ്ഞാൽ 12 മണി 1 മണിയൊക്കെ ആകുമ്പോൾ എടുത്തിട്ട് പോകുമ്പോൾ ചെറിയ കുഴപ്പമുണ്ട് കേട്ടോ. എന്താന്ന് പറഞ്ഞാൽ നമ്മളത് കുറ്റം പറയുന്നതല്ല, അങ്ങനെ ആരും വിചാരിച്ചേക്കരുത്. കഷ്ടപ്പെടാൻ മനസ്സില്ലാഞ്ഞിട്ടുമല്ല, കഷ്ടപ്പെടാൻ മനസ്സുള്ളതുകൊണ്ടാണ് നമ്മൾ ഇതേപോലെ രാവിലെ എണീറ്റ് ഓടുന്നത്. നമ്മൾ കമ്പനീനെ ഒരു കാരണവശാലും പറയിപ്പിക്കാണ്ട് കറക്റ്റായിട്ട് നമ്മൾ കൊണ്ട് ലോഡ് ഇറക്കുന്നു. നമ്മളതായ കാര്യങ്ങളൊക്കെ ടീക്കാന്ന് കേട്ടോ. എന്നാൽ ചില സമയത്ത് നമ്മൾ അങ്ങനെ ഇറക്കി കിട്ടാറില്ല. നമ്മുടെ പ്രശ്നമല്ല, പക്ഷെ പരമാവധി നമ്മളെ പ്രശ്നമാക്കാണ്ട് ശ്രമിക്കുക. വരുന്ന ആളുകളോട് പ്രത്യേകം പറയാനുള്ളത് എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ വന്നാൽ പണിയെടുക്കുക. നമ്മൾ പണിയെടുക്കും എന്ന് പറഞ്ഞിട്ട് നല്ല അന്തസ്സായിട്ട് പണിയെടുക്കുക കേട്ടോ. അത്രേ എനിക്ക് പറയാനുള്ളൂ. ശമ്പളം കുറച്ച് കുറവാണ്, മറ്റൊരു കമ്പനിയിൽ ശമ്പളം കിട്ടുന്ന അത്ര നമുക്ക് ശമ്പളം കിട്ടുന്നില്ല, എന്നാൽ കുറച്ചേ പണിയെടുക്കുക. അങ്ങനത്തെ ചിന്താഗതിയൊക്കെ പരമാവധി ഒഴിവാക്കുക, അതായിരിക്കും നല്ലത്. നാളെ നമ്മുടെ ടാക്കോ മറ്റൊരു സ്ഥലത്ത് പോയി കഴിഞ്ഞാൽ അത്ര അവർ സ്കാൻ ചെയ്യുമ്പോൾ അവർക്ക് എല്ലാ കാര്യങ്ങളും അറിയാം, നമ്മൾ എങ്ങനെയാണ്, നമ്മുടെ പെർഫോമൻസ് എങ്ങനെയാണെന്നല്ലോ. അപ്പം അതെല്ലാം മനസ്സിലാക്കുക കേട്ടോ. റോഡ് കട്ട് ചെയ്ത് മാറുന്നുണ്ട്, അത് അങ്ങോട്ടൊരു റോഡുണ്ട്, ആ റോഡല്ല. ഇങ്ങനെയൊക്കെയാണ് പോകുന്നത്. ഇത് അവിടെ ചെല്ലുമ്പോൾ കണ്ടോ ഇടത്തേക്ക് റോഡാണ് വരുന്നത്. നമുക്ക് കൊണ്ട് ഈ ഏറ്റുവാണ്. ഇങ്ങനെയുള്ള സ്ഥലത്തു നിന്നൊക്കെയാണ് ഈ പുതിയതായിട്ട് വരുന്ന ആളുകൾക്ക് വഴി തെറ്റുന്നത്. നമുക്ക് തെറ്റൂല എന്നല്ല, നമുക്കൊക്കെ തെറ്റും, അത് വേറെ കാര്യം. സ്പീഡ് കണ്ടോ 85, പറപ്പിക്കൽ തന്നെയാണ്. റോഡ് മാറി പോലും എന്ത് മാറി പോലും നമുക്കത് വിഷയമുള്ള കേസല്ല. അടുത്ത വലിയ റോട്ടിൽ കയറി
ഒരു ചെരുവ് കേട്ടോ അങ്ങോട്ട്, ഇടതുവശത്തേക്ക് ഒരു ചെരുവ്. മോഹൻലാൽ പോകുന്ന പോലെ അങ്ങ് പോയി. ഇപ്പോൾ ഇവിടുത്തെ വണ്ടി കണ്ട ന്യൂട്രായി പോകും കേട്ടോ, അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. പ്രശ്നമല്ല, ഇത് എക്കോ എന്ന് പറയുന്നത്. ഒരു വണ്ടീൻ്റെ ലോഡ് ആക്സിലേക്ക് വരാത്ത സമയത്ത് ഈ സാധനം ഒറ്റ ന്യൂട്രലാണ്. പിന്നെ അത് ഗിയർ അടിച്ച് വരാൻ വേണ്ടി ഏകദേശം 82 ഗിയർ അടിച്ച്. അത് ഇപ്രാവശ്യം ഞാൻ പോയിട്ട് വണ്ടി ശരിയാക്കിയതാണ് കേട്ടോ. ഞാൻ പറഞ്ഞു 74-75 വന്നാൽ ശരിയാവില്ല, ഗിയർ ഡൗൺ ആയിക്കഴിഞ്ഞാൽ നമുക്ക് വണ്ടി ഓടി എത്തൂല എന്ന് പറഞ്ഞപ്പോൾ അവരത് എത്രയാണ് വേണ്ടതെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു 52 ഗിയർ റിട്ടേൺ അടിക്കുന്ന രീതിയിലാക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ അവരത് സെറ്റ് ചെയ്ത് തന്നു. ഇപ്പം 82 അതായത് ന്യൂട്രായി കഴിഞ്ഞാൽ 82 ആകുമ്പോഴത്തേക്കും ഗിയർ കയറി പിടിക്കും കേട്ടോ. അതാ ഉദ്ദേശിച്ചത്. കാണാൻ പറ്റുമോയെന്ന് അറിയത്തില്ല, കോട അടിച്ച് കിടക്കുന്നുണ്ടോ ഈ വലത്തെ സൈഡിൽ വെളുത്തിരിന്ന് ചെറുതായിട്ടുള്ളൂ. നേരത്തെ നല്ല അടിപൊളിയായിട്ടുണ്ടായിരുന്നു കേട്ടോ, വെള്ളം പോലെ ഉണ്ടാവും. അപ്പോൾ നമ്മൾ അടുത്ത് തന്നെ ജർമ്മനിയിലേക്ക് കയറാൻ വേണ്ടി പോവുകയാണ്. അധികം കിലോമീറ്ററൊന്നുമില്ല, ഒരു 10-15 കിലോമീറ്ററിനുള്ളിൽ അടുത്ത രാജ്യം നമ്മൾ കയറും. നേരമൊക്കെ ചെറുങ്ങനെ വെളുത്ത് കുറച്ചുകൂടി ബ്രൈറ്റ്നസ് ആയിട്ടുണ്ട്. നമ്മളിപ്പോൾ രാവിലെ തന്നെ ജർമ്മനിയിലേക്ക് കയറി. എല്ലാവരും നല്ല ചവിട്ടാനുള്ള വണ്ടി നോക്കിയാൽ വരുത്തുള്ള നോക്കിയേ. ഓ, നമ്മൾ 85 പോകുമ്പോൾ അവൻ 80-90 കണ്ടാ വരുന്നത്. ചവിട്ടി പൊളിക്കുക. റോഡ് പണിയാണ് കേട്ടോ, മൊത്തത്തിൽ ഇപ്പോൾ റോഡ് പണിയാണ്. നല്ല അടിപൊളി ഒരു പാലം. ഇതൊരു പുതിയ പാലമാണെന്ന് തോന്നുന്നു. അതെ, പുതിയ പാലം കേട്ടോ, വലിയ പഴക്കമൊന്നും ഇല്ലാത്ത പാലം. പാലത്തിൻ്റെ തൂണെല്ലാം കണ്ടോ, എന്താ രസം. പക്ഷെ റോഡ് അത്ര സുഖമില്ല, ഭയങ്കര ചാട്ടമുള്ള റോഡാണ്. റോഡിങ്ങനെ അത് കണ്ടോ, ടോമിന് ലൈറ്റൊക്കെ വന്നു നേരം വെളുത്തതിൻ്റെ. വീണ്ടും ചെറുങ്ങനെ ഒന്ന് വഴി തെറ്റി. അത് ഞാനേ ടോമിനെ നോക്കി പോയതാ, പറ്റിപ്പോയത്. അബദ്ധമായി പോയി. സൂര്യൻ കണ്ടോ. അപ്പോൾ അതെല്ലാം കയറി ഇറങ്ങി ഇപ്പോൾ ഒന്ന് വന്നേ ഉള്ളൂ. ആ 3-4 കിലോമീറ്റർ തെറ്റുള്ളൂ കേട്ടോ, നേരെ അപ്പുറം പോയി വട്ടം കറങ്ങി വരാൻ പറ്റും. സൂര്യനൊക്കെ നിൽക്കുന്ന നിപ്പ് കണ്ടോ, എന്താ ലൈറ്റ്, കണ്ണടിച്ച് പോകുന്ന ഇതാ കേട്ടോ, അമ്മാതിരി ലൈറ്റാ. ഇത് ചെറിയൊരു ടൗണിൻ്റെ ഉള്ളിൽ കൂടെയാണ്, ഇതിൻ്റെ ഉള്ളിൽ കൂടെ ഉള്ള റോഡിൽ കൂടെ. നല്ല അടിപൊളി ആയിട്ട് ചെയ്ത് വെച്ചിട്ടില്ല ഓരോ കാര്യങ്ങൾ. വണ്ടി ഇങ്ങനെ അങ്ങ് പൊക്കോളും, സ്പീഡും കുറയ്ക്കേണ്ട ഒന്നും വേണ്ട കേട്ടോ. ആ ഒരു കാര്യത്തിൽ അടിപൊളി. ഇത് കണ്ട ഇടത്തെ സൈഡ് കണ്ട ട്രാം കിടക്കുന്ന പഴയ ട്രാം. ഒരു പ്രാവശ്യം കട്ടക്കടിക്കുന്നുണ്ട്, ബ്രേക്ക് വന്നാട്ടാ. ഓ, ഒരു ചെറിയൊരു ടണലിലേക്കാണ് നമ്മൾ പോകുന്നത്. ക്യാമറ ടണൽ കയറി, പഴയ ടണലാട്ടോ. ഇപ്പോൾ ഓടുന്ന 44 നമ്പർ റോഡിലാണ്. നമുക്കിപ്പോൾ തിരിയാനായി 3.5 കിലോമീറ്റർ. ഒരടിക്കുന്ന സൗണ്ട് കേൾക്കുന്നുണ്ടോ, മൊത്തം ടക്ക് 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 ടക്ക്. അത് ഈ റോഡിൻ്റെ കട്ടിങ് ഇട്ടിരിക്കുന്നതാണ്, അതായി കിടന്ന് അടിച്ചുകൊണ്ടിരിക്കുന്നു. പുതിയ ആളുകളൊക്കെ വണ്ടി കയറിയിട്ടുണ്ടെങ്കിൽ വിചാരിക്കും അത് ടയർ പഞ്ചറായെന്ന് വിചാരിക്കും. ഇത് ടോം ഇതിലേ പോകാൻ കാണിക്കുന്നുണ്ട്. അപ്പോൾ പിന്നെ നമുക്ക് പോകുന്നതിനൊന്നും കുഴപ്പമില്ല കേട്ടോ, ആശാൻ കറക്റ്റായിട്ട് കാണിക്കുന്നുണ്ട്. ടൗൺ ഏരിയ വരുമ്പോൾ നമുക്കൊരു ചെറിയ വിഷമം തന്നെയാണ്. ശരി, നമുക്ക് ഇവിടുന്ന് തിരിയാനായി കേട്ടോ. ചെറിയ കുഴപ്പമൊന്നുമില്ല, പോക്കാൻ കറക്റ്റ് 4 മീറ്റർ പാലമാണ് കേട്ടോ. വണ്ടിയിലും വരുന്നുണ്ടോ, തട്ടുക വേണ്ടാരോ. പാലം കണ്ടോ വരുന്നത് എങ്ങനെയാണ്. ഇങ്ങനത്തെ സ്ഥലങ്ങളൊക്കെ ഉണ്ടാവും. റെയിൽവേ ഒക്കെ ഇങ്ങോട്ടുള്ളതാണോ ഇനി. അടിപൊളി സ്ഥലം ഇത് തന്നെയാന്ന് ഉറപ്പാ. നമ്മള് ചാക്കാട്ടൊക്കെ കണ്ടുകൊണ്ട് ഇതാണ് കമ്പനി, ഉറപ്പായി. ഇങ്ങനെയൊക്കെ ഉണ്ടാവും.
അപ്പോൾ നമ്മൾ തപ്പിപ്പിടിക്കുക. ഇനിയിപ്പോൾ അടുത്ത തപ്പിപ്പിടുത്ത ഓഫീസാണ്. അതൊന്നും വലിയ സീനില്ല, വലിയ വലിയാണ്. ഇതാ നമ്മുടെ മുമ്പിൽ ഏതോ ഒരു വണ്ടി കൊണ്ടു വെച്ചിട്ടുണ്ട്, ലിത്വാനിയക്കാരൻ. ഇത് ഇവിടെ സമയമുണ്ടെന്ന് തോന്നല്ല. നമുക്ക് അവർ ഒരു ബോംബ് പോലത്തെ ഒരു സാധനം നിന്നിട്ടുണ്ട്. ഇത് ചവിട്ടിയാൽ പൊട്ടിപ്പോകുന്നു. ഇത് പേജറാണ് കേട്ടോ. ഇതിനി അടിയുമ്പം നമ്മൾ അങ്ങോട്ട് പോകണം. ഇതാണ് പേജർ. ഇവിടെ വെക്കുക, ഇത് ഒച്ചയാക്കും. അപ്പം വീണ്ടും ഓഫീസിൽ പോകണം. ഇങ്ങനെയൊക്കെയാണ് കേട്ടോ. ചില കമ്പനി വന്നു കഴിഞ്ഞാൽ ഇങ്ങനെയൊക്കെയുള്ള സാധനങ്ങൾ തരും. അന്നേരം നമ്മൾ സേഫായിട്ട് കൊണ്ടുവന്ന് നമ്മൾ വെക്കണം. ഇത് ഒച്ച കേൾക്കുമ്പോൾ ഓഫീസിൽ പോയി. സാധാരണ ഇതിനകത്ത് കറക്റ്റ് റാമ്പൊക്കെ വരാറാണ്, പക്ഷേ എന്താവും വന്നില്ല. ഇതെന്തോ ഒരു ചാക്കേട്ട് പോലത്തെ സാധനമാണ് നമ്മൾ ഇന്നലെ ലോഡ് കയറ്റിയത്. ഇത് ലോഡ് കയറ്റൽ എന്ന് പറഞ്ഞാൽ ഇത് മനസ്സിലായത്, ഇത് ഡബിൾ സൈഡ് ഓപ്പൺ ആയിരുന്നു. ഈ ഒരു സൈഡും ഈ ഒരു സൈഡും ഓപ്പണിങ് ഉണ്ടായിരുന്നു. ഇതൊക്കെ ഞാൻ വാരി വലിച്ച് വെച്ചതാട്ടോ, വേറെ വഴിയൊന്നും ഇല്ലായിരുന്നു. അവൻ അമ്മാതിരി പണിയായിരുന്നു അവിടെ, ഭയങ്കര സ്പീഡ്. അതുകൊണ്ടോ പട്ടയൊക്കെ താഴെ കിടക്കുന്നുണ്ട്. ഉടായ്പ് സ്ഥിരം പരിപാടി തന്നെ. കാരണം ഇതങ്ങനെ എടുത്ത് വെച്ചു. അപ്പോൾ ബോംബ് കയ്യിൽ ഇതിനകത്തുണ്ട് കേട്ടോ. ഇത് അടിയുമ്പോൾ അങ്ങോട്ട് പോയാൽ മതി. അപ്പോൾ നമ്മൾ ഈ പട്ട ഇടാനുള്ള പരിപാടിയാണ്. പട്ട ഇട്ട് നോക്കുകയാണെങ്കിൽ നമ്മുടെ കുറേ മനക്കേട് കുറഞ്ഞ് കിട്ടും. അപ്പോൾ അതുകൊണ്ട് ഈ സൈഡിലുള്ള പട്ടകൾ കുറേ ഇടുക. അപ്പോൾ ഇതാണ് സാധനം. ഒരു ലോഡ് ചാക്കേട്ട് കേട്ടോ, ഒരു ലോഡ് ചാക്കേട്ട്. ഇത് വലിയ ഹൈറ്റും ഇല്ല, എന്നെ കൊണ്ട് അവിടെ നിന്ന് നല്ല പണിയെടുപ്പിച്ചു എന്ന് അങ്ങനെ പറയുമ്പോൾ ഒന്നും വിചാരിച്ചേക്കരുത്. പറഞ്ഞു നമുക്കാണെങ്കിൽ ഒരു മാപ്പം തന്ന് നമ്മളെ പറഞ്ഞു വിട്ടു. പക്ഷേ ഇത് എങ്ങോട്ടാണ് പോകേണ്ടതെന്ന് എനിക്കറിയത്തില്ല. ഇതിപ്പോൾ ഇവിടെ ഒരു ബോർഡോ കാര്യങ്ങളോ ഒന്നും കാണാനും ഇല്ല. തപ്പിപ്പിടിക്കാന്ന് വെച്ചാൽ ഇതൊരു പാലത്തിൻ്റെ സ്ഥലമാണ് കേട്ടോ. സിംഗിൾ സൈഡ് ഓപ്പണിംഗ് ആണ്, വലിയ കുഴപ്പമില്ല. നമ്മളെവിടെ ഇപ്പോൾ അത് പരിപാടി അവതരിപ്പിച്ചാൽ ഇതിൻ്റെ പരിപാടി. അപ്പോൾ നമ്മൾ ലോഡ് ഇറക്കാൻ വേണ്ടി വെച്ച് കേട്ടോ. അതിൻ്റെ ഉള്ളിൽ ഇതേപോലത്തെ ഒത്തിരി സ്ഥലമുണ്ട്. ഇത് കണ്ടുപിടിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടി, എന്നാലും കുഴപ്പമില്ല. രണ്ട് സെക്ഷൻ കൊണ്ടുപോയി കേട്ടോ. ഇത് വേറൊന്ന് ഇറക്കി വെച്ചിരിക്കുന്നതാണ് കൊണ്ടുപോകേണ്ടി. ഇതേപോലെ കർട്ടൻ വലിച്ച് സൈഡ് ഇടും. ഈ കർട്ടൻ ഇനി ഇങ്ങോട്ട് സൈഡിലേക്ക് ബേക്കോട്ടും വലിക്കും, എന്നാലേ മുന്നത്തെ ഇറക്കാൻ പറ്റുള്ളൂ. ഇതിൻ്റെ വെച്ചിരിക്കുന്ന പട്ടാന്നും പറയും, അതിന് ക്രോസ് എന്നും പറയും കേട്ടോ. അതൊക്കെ നിലത്തെടുത്ത് വെച്ചിരിക്കുന്നത്. നമ്മൾ ആ വേഗത്തെ പട്ട ഇട്ടു. ഇനി ഇവിടെ പട്ട ഇടാണ്ടതുണ്ടോ അവിടെ ഇവിടെ. അത് ഇവനെടുത്തിട്ട് പോയാൽ അന്നേരം പട്ടയിടും. അത് കഴിഞ്ഞിട്ട് കുറച്ച് കഴിയുമ്പോൾ ഇത് അങ്ങോട്ട് വലിച്ചിടും. സിമ്പിൾ. ഇതിനകത്താണ് കേട്ടോ ലോഡ് കൊണ്ട് ഇറക്കുന്ന സ്ഥലമാണത്. അതിൻ്റെ ഉള്ളിൽ ഫോർക്ക് ലിഫ്റ്റ് ഒരു സൂത്രം കാണിച്ചു തരാം. പായുണ്ടല്ലോ, ബാക്കോട്ട് വലിച്ചു കേട്ടോ. ഇനിയിപ്പോൾ ഇത്രയും കൂടെ ഇറക്കിയാൽ മതി. പകുതി ഇറക്കി കഴിഞ്ഞു, 10 മിനിറ്റ് ഇത്ര ഇറക്കാൻ കേട്ടോ. ഇതും കൂടെ ഇറക്കിയാൽ ആയി. നമുക്ക് അടുത്തുള്ള ട്രിപ്പുണ്ട്, ജർമ്മനി ടു ജർമ്മനി. ഈ കിടക്കുന്ന ഉമ്മിയാണ്. ഉമ്മിന്ന് അതിൻ്റെ പേര്. തെന്നായിട്ടിരിക്കാൻ വേണ്ടിയുള്ള സാധനം അത് അങ്ങ് വരെ ഇട്ടിട്ടുണ്ട്. ഇത് ഈ വലിച്ചിട്ടാണ് കേട്ടോ. ഇവിടുന്ന് ഇങ്ങനെ എടുത്ത് വലിച്ചിട്ടാണ് അത് മൊത്തം ബാക്കോട്ട് പോയത്. ഇല്ല കുറേ ഉള്ള. അപ്പം ഇങ്ങനെയാണ് പരിപാടി. പണിയും വീഡിയോ ഒക്കെ ആകുമ്പോഴത്തേക്ക് മടുത്തു. എല്ലാം കൂടി മടുത്തു പോകുന്നല്ല, എല്ലാം കൂടി നമുക്ക് പെട്ടെന്ന് എല്ലാം നടക്കൂല. ഇവനിപ്പോൾ കുറച്ച് നല്ല എല്ലാവരും അങ്ങനെ വീഡിയോ എടുക്കാൻ വിടൂല. ചിലപ്പോൾ പരിപാടി ഏകദേശം കഴിയാനായി കേട്ടോ. ഇനി ഒരു 2 പീസും കൂടി കഴിഞ്ഞു കേട്ടോ. പരിപാടി ഏകദേശം ഫുള്ള് കഴിഞ്ഞു, ഫിനിഷ്. ഉമ്മയൊക്കെ എടുത്തു. അവന് ഒന്നും കൂടി എടുക്കാനുണ്ട്. നമുക്ക് ഈ ഒരു പട്ട ഇടാണ്ട് കഴിഞ്ഞു കേട്ടോ. പണി കഴിഞ്ഞു. അപ്പോൾ അടുത്ത ലൊക്കേഷൻ എന്താ അവനെ പോലെ. കൈയെല്ലാം കണ്ട ചെളിയായി. ഒന്ന് കഴുകണം കേട്ടോ കൈയെല്ലാം കൂടി. കഴുകിയിട്ട് പൂക്കൈ. CMR ആണ് കേട്ടോ. അവൻ ഇതെല്ലാം കൊണ്ടെത്തന്നു നമുക്ക്. അവനെ അടിപൊളി ചങ്ങായി. ചില സ്ഥലത്ത് പോയ ജർമ്മനിയിലൊക്കെ ചില സ്ഥലത്ത് പോയ അടിപൊളിയാന്ന് കേട്ടോ. ഇനി കമ്പനിക്ക് അയച്ചു കൊടുക്കണം. ഇവിടുന്ന് ഔട്ടർ ഇറങ്ങാൻ വേണ്ടിയാണ് നമ്മളിപ്പോൾ ലോഡൊക്കെ ഇറക്കി കഴിഞ്ഞ് പുറത്തോട്ട് പോകാം കേട്ടോ.
ഒരു ഗേറ്റ് ഉണ്ട്, തുറക്കുമോയെന്നറിയില്ല. ഈ ഗേറ്റിൻ്റെ മുമ്പിലേക്കൊക്കെ വരുമ്പോൾ ഇതേപോലെ അടുപ്പിച്ച് നിർത്തിയാൽ മാത്രമേ തുറക്കുള്ളൂ കേട്ടോ. ഇത് നമ്മുടെ റെയിൽവേ പാത ഇതുണ്ടോ, തുറന്നു പോയി. അപ്പോൾ നമുക്ക് ഇവിടുന്ന് ഏകദേശം ഒരു 150 കിലോമീറ്റർ ഉണ്ട് ഇവിടുന്ന് പോകാൻ വേണ്ടി. സാധാരണ ഇങ്ങനെ വരാറില്ല, എന്താണെന്നറിയില്ല. നമുക്ക് ഇവിടെ മുട്ടിച്ച് ഓട്ടമാണുള്ള ദൈവമേ. അപ്പോൾ ശരി കേട്ടോ. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ കൂടെ കൂടിക്കോ. അടുത്ത പ്രാവശ്യം നല്ലൊരു വീഡിയോ ഒക്കെ ആയിട്ട് വരാം കേട്ടോ. അപ്പോൾ ശരി.